നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൾ ശേഖരമേനോന്റെ വാക്കുകൾക്കനുസരിച്ച്, അയാള് കൊടുത്ത വിവരങ്ങൾക്കനുസരിച്ച് എന്തൊക്കെയോ അണിയറ പ്രവർത്തനങ്ങൾ എനിക്കെതിരെ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാവണം അവൾ ലക്ഷ്മിപുരത്തേക്ക് പോകുന്നത്. അവിടെ നിന്നും എനിക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താനാവും അവളുടെ ശ്രമം. ചേച്ചി ചേച്ചി എന്താ ആലോചിക്കുന്നത്? നമ്മളിനി എന്താ ചെയ്യാൻ? പറയാം. അവിടെ പോയേണ്ടത് അത്യാവശ്യമാണ്. അത്യാവശ്യം? അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞത്? അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന തറവാടും ലക്ഷ്മിപുരം ദേശമൊക്കെ എനിക്ക് കാണണമെന്നുണ്ടെങ്കിലും അതിനേക്കാളും ഗൗരവമേറിയൊരു കാര്യത്തിന് വേണ്ടിയാ നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞത്. താൻ കാര്യം എന്താണെന്ന് പറ. ശേഖര മുത്തശ്ശൻ ആ മാജിക് ബോക്സ് എന്നെ ഏൽപ്പിക്കുമ്പോൾ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ദേവമ്മയുടെ നാടായ ലക്ഷ്മിപുരത്ത് പോയി അന്വേഷിച്ച മാജിക് ബോക്സ് തുറന്ന് അതിനുള്ളിലെ തെളിവുകൾ അറിയാനുള്ള വഴി തെളിയുന്നു. എന്ത് തെളിവുകൾ? ശേഖരമേനോൻ എന്താ ഉദ്ദേശിച്ചത്? ഈ സംശയം എനിക്കും ഉണ്ടായിരുന്നു. അതിനൊരു വ്യക്തത വരുത്തും മുമ്പാ അദ്ദേഹത്തിന്റെ ബോധം മറിഞ്ഞതും കോമയിലായതും. ഇനി എങ്ങനെ അതറിയൂന്ന് ചിന്തിച്ചപ്പോഴാ എനിക്ക് ദേവമ്മയുടെ വിരലടയാളത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. അമ്മയുടെ വിരലടയാളം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാനും അതിനുള്ളിലെ തെളിവുകൾ അറിയാനും സാധിക്കുള്ളൂ. അപ്പോ ശേഖരൻ മുത്തശ്ശൻ ഉദ്ദേശിച്ചത് ലക്ഷ്മിപുരത്ത് നിന്ന് ദേവമ്മയുടെ വിരലടയാളം കിട്ടും എന്ന് തന്നെയാവും. ശരിയാ നീ പറഞ്ഞത്. അത് തന്നെയായിരിക്കും ശേഖരമേനോൻ ഉദ്ദേശിച്ചത്. ഏതായാലും ലക്ഷ്മിപുരത്ത് എന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അല്ല, അമ്മ ഇവിടെ നിൽക്കുമായിരുന്നോ? അല്ല, നിങ്ങള് ലക്ഷ്മിപുരത്തേക്ക് പോകുന്നു പറയുന്ന കേട്ടു. അതെ, ഞാനും പാർവതിയും കൂടി അമ്മയുടെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വിശാൽ, എന്നാ ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. നിങ്ങൾ രണ്ടാളും കൂടി ഇവിടുന്ന് പോയാ ഈ വീട് ഉറങ്ങിയതുപോലെ ആവും. എനിക്കത് വലിയ മടുപ്പും ബോറടിയും ആവും. നിങ്ങളോടൊപ്പം ഞാനും വന്നാ അത് മാറിക്കിട്ടുമല്ലോ. പിന്നെ ആ നാടും നാട്ടുകാരെയൊക്കെ കാണുകയും ചെയ്യാലോ. അതൊക്കെ ഒരു സന്തോഷമല്ലേ? അതിനെന്താ, അമ്മയും ഞങ്ങളോടൊപ്പം പോന്നോളൂ. പാർവതി, നിങ്ങൾ രണ്ടുപേരും കൂടെ ലക്ഷ്മിപുരത്ത് ചെന്ന് ഗായത്രിയുടെ വിരലടയാളം തിരഞ്ഞോളൂ. പക്ഷേ അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. അത് ഞാൻ നശിപ്പിക്കും. പാർക്കിൽ നടന്ന വെടിവയ്പ്പിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അയൽപക്കത്തെ ചില CCTV ഫുട്ടേജുകൾ ഞങ്ങൾ പരിശോധിച്ചിരുന്നു. അതിൽ നിന്നും ശേഖരമേനോനെ വെടിവെച്ചത് നിങ്ങളല്ലെന്നും മാസ്ക് ധരിച്ചൊരു അജ്ഞാതനാണ് അകലെ നിന്നും അയാളെ വെടിവെച്ചതെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു.
നിങ്ങൾ നിരപരാധിയാണ് വിശാൽ. ഈ കേസിൽ ഒരു തരത്തിലും ഇൻവോൾവ്ഡ് ആവാത്ത നിങ്ങളെ വിഷമിപ്പിക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. ഇതെല്ലാം ആ SIയുടെ കരുതിക്കുട്ടിയുള്ള പണിയായിരുന്നു. അയാൾ ആരിൽ നിന്നോ പണം വാങ്ങിയിട്ട് നിങ്ങളെ കേസിൽ കുരുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതും അന്വേഷണത്തിൽ തെളിഞ്ഞു. എനിക്കത് തോന്നിയിരുന്നു. ഞാൻ അയാൾക്കെതിരെ പരാതിപ്പെടാനിരിക്കുകയായിരുന്നു. അയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടിയാണ് അയാൾ വിശാലിനെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതെന്ന് വകുപ്പ് തലത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും യഥാർത്ഥ പ്രതികൾ ഉടനെ കുടുങ്ങും. ഏതായാലും വിശാൽ സാറ് നിരപരാധിയാണെന്ന് മനസ്സിലായില്ല. ഹോ, സമാധാനായി. അപ്പോ എന്റെ 10 ലക്ഷം അത് വെള്ളത്തിലായി. സർ, ശേഖരമേനോനെ ഷൂട്ട് ചെയ്തത് ആരാണെന്ന് അറിയാൻ സാധിച്ചോ? അതിനെയും കണ്ടെത്താനായില്ല വിശാൽ. ശേഖരമേനോനെ അപായപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് എന്റെ അമ്മയുടെ കൊലപാതകവുമായി എന്തോ ഒരു ബന്ധമുണ്ട്. അത് ഉറപ്പാണ്. അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ എനിക്ക് നൽകാനാണ് ശേഖരമേനോൻ എന്നെ പാർക്കിലേക്ക് വിളിപ്പിച്ചത്. പക്ഷേ അത് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് മേനോന് വെടിയേറ്റു. അതിൽ നിന്നെല്ലാം വ്യക്തമാണ് എന്റെ അമ്മയുടെ കൊലപാതകത്തെക്കുറിച്ച് ശേഖരമേനോൻ എന്നോടൊന്നും മിണ്ടരുത്. ശേഖരമേനോനിൽ നിന്നും ഒന്നും ഞാൻ അറിയരുത്. അതുകൊണ്ട് ശേഖരമേനോനെ കൊല്ലാൻ ശ്രമിച്ചത്. ഇതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആണല്ലോ വിശാൽ. ശേഖരമേനോനെ വെടിവെച്ച ആളിനെ ഉടനെ കണ്ടെത്തണം സർ. തീർച്ചയായും ഞങ്ങൾ അതിന്റെ അന്വേഷണത്തിലാണ്. ഉടനെ തന്നെ വിത്തിൻ ഡേയ്സ് അയാൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.